പള്ളിക്കൂടത്തിലെ കപ്പേളപ്പള്ളിയാണ് ഒരു കന്യാസ്ത്രീ. കണക്കുകൾ പരിശോധിക്കുക. ലോകത്തിൽ ഏറ്റവും അധികം കോളേജുകളും സ്കൂളുകളും സ്ഥാപിച്ചതും നടത്തിക്കൊണ്ടു പോകുന്നതും കന്യാസ്ത്രീകളാണ്. അമേരിക്കയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വാർത്തെടുത്തത് കന്യാസ്ത്രീകളാണെന്ന് ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നു. താനൊരു കോൺവെൻറ്റ് പ്രോഡക്റ്റാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആവർത്തിച്ചു പറയുന്നു, കാത്തലിക് നൺസ് ആർ സൂപ്പർ ഹീറോസ് ഓഫ് ഓൾ ടൈംസ്. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൻ്റെ ശീർഷകം ദ കാത്തലിക് നൺസ് ആർ ദി ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു അമേരിക്ക എന്നാണ്. മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക് ഒബാമ, സൂപ്പർ ഡയറക്ടറായ മെൽ ഗിൽബൺ, സൂപ്പർ സ്റ്റാറായ ടോം ക്രൂയിസ്, മ്യൂസിക് സെൻസേഷനായ ജസ്റ്റിൻ ബീവർ തുടങ്ങിയ പ്രഗത്ഭരുടെ ഒരു നീണ്ട നിര കോൺവെൻറ്റ് സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടേതായിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത തന്നെ കരുത്തുറ്റ നേതാവായി വാർത്തെടുത്തത് താൻ പഠിച്ച കത്തോലിക്ക കോൺവെൻറ്റ് സ്കൂളാണെന്ന് പല വേദികളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം സൃഷ്ടിക്കുന്ന ശശി തരൂരിൻ്റെ സാക്ഷ്യം കൂടി കേൾക്കുക. If people appreciate the way I speak, then all the credit goes back to my Catholic school.